എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഓവൻ ഒന്നും ഉപയോഗിക്കാതെ ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ബ്രെഡാണ്. നമ്മളിത് ഫ്രൈ പാനിലാണ് ചെയ്യുന്നതെങ്കിലും പുറമേ നല്ല മൊരിഞ്ഞിട്ട് അകം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ബ്രെഡാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ചേരുവകൾ മാത്രം മതി, എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. പാല് നമ്മൾ എടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഫുൾ ഫാറ്റ് പാല് തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് 3/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അതുപോലെ പാലിന് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, ഒരു ഇളം ചൂട് മാത്രമേ കാണാവുള്ളൂ. 3/4 കപ്പ് അളവിൽ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേതിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈസ്റ്റ് ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ തന്നെയാണ് കേട്ടോ 2 കപ്പ് അളവിൽ മൈദ മാവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ കൈവച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇതുപോലെ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും പാലിൻ്റെ അളവ് കൂടിപ്പോയെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിലേക്ക് പൊടിയൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കൈ വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാൻ പറ്റും. ഇടയ്ക്ക് കയ്യിൽ ഒട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ബ്രെഡിനായതുകൊണ്ട് തന്നെ നമ്മൾ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാവ് ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് വെക്കാനുണ്ട്. അപ്പോൾ അത്രയും നേരം ഇരിക്കുമ്പോൾ ആ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെറിയൊരു നനവുള്ളൊരു തുണിയോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കുക കേട്ടോ അതൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇതിവിടെ 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ പൊങ്ങി നല്ല ഡബിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റ് നേരത്തേക്ക് കൈ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴക്കണം. ഈ ഒരു സമയത്ത് ഇതുപോലെ കുഴച്ചിട്ട് നമ്മൾ എത്രത്തോളം ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് ബ്രെഡ് നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടും. മാക്സിമം ഇതുപോലെ ഒരു 3 മിനിറ്റോളം നമ്മൾ കൈവച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു ഫ്രൈ പാനാണ്. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ലപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ റൗണ്ടായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് കൊടുക്കാം. കൈ വെച്ച് തന്നെ നമുക്കിതുപോലെ മാവ് നല്ല റൗണ്ടാക്കി ഒന്ന് പരത്താൻ പറ്റും, കാരണം മാവ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഏകദേശം ഒന്ന് റൗണ്ടാക്കി ഒന്ന് പരത്തിയതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പാനിൽ വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. മാവ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ട് നമുക്കിതുപോലെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മൾ ആ ഒരു പാന് ഡയറക്റ്റ് അല്ല കേട്ടോ അടുപ്പിലേക്ക് വെക്കുന്നത്. ഇതുപോലെ ഒരു പഴയൊരു പാൻ എടുക്കുക. തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ ഹോളുള്ള മൂടിയാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ച് തന്നെ വെച്ച് കൊടുക്കുക. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത്. തീ കൂട്ടിയിട്ടാൽ അടിവശം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഇരുന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നമ്മൾ തുറന്നിട്ട് ഈ ഒരു മൂടിയിൽ അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ വെള്ളമയം ഉണ്ടാവും. അത് നന്നായിട്ട് തന്നെ ഒന്ന് തുടയ്ക്കുക കേട്ടോ. ആ ഒരു സൈഡും മുകൾ ഭാഗമൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നല്ല പോലെ തന്നെ കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ അനുസരിച്ച് ഈ ഒരു സമയം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ സമയം കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അകം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോട് കൂടിയിട്ട് തന്നെ മുറിച്ചാൽ അത് അത്ര കറക്റ്റായിട്ട് വരത്തില്ല. നല്ല പോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ബ്രെഡ് മുറിക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡിന്റെ ചൂടൊക്കെ ആറി നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ് കേട്ടോ. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ പുറഭാഗം നമ്മൾ ഓവനിലല്ലോ ചെയ്തിരിക്കുന്നത്, ഫ്രൈ പാനിലായതുകൊണ്ട് ഇതുപോലെ കുറച്ചും കൂടെ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല, അകം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ നമ്മൾ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിലും എന്തെങ്കിലും കറി കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നല്ല ചൂട് ചായയുടെ ഒപ്പം ഇതുപോലെ മുക്കി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.